ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എന്നിട്ട് ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്തുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. തലേന്ന് നൈറ്റ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു. ഓട്സിലേക്ക് കുറച്ച് ചിയാ സീഡും പിന്നെ നമ്മുടെ ലോട്ടസിൻ്റെ സീഡ് ഉണ്ടല്ലോ, അതിനിപ്പോൾ എന്താ പറയുക, മക്കാനയും കൂടി ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വ്ളോഗ്സ് തീരെ ഇടലില്ല കേട്ടോ. വ്ളോഗ്സ് ഇടാൻ നല്ല മടിയാണ്. ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച 2-3 വ്ളോഗ്സൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്ത് വെച്ച് തന്നെ ഉണ്ട്. ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് ഇടണം. അതെല്ലാം ക്ലിയർ ചെയ്താലേ ഒരു പുതിയ വ്ളോഗൊക്കെ എടുക്കാനുള്ള സ്പേസ് ഇതിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഓവർനൈറ്റ് ഓട്സിനെക്കാട്ടിലും ഇഷ്ടം ചിയാ പുഡിംഗ് ആണ് കേട്ടോ. അതാവുമ്പോൾ കഴിക്കുമ്പോൾ ഒരു മടുപ്പൊന്നും വരില്ല. ഇത് ഓവർനൈറ്റ് ഓട്സ് ആവുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു സമയം കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ തോന്നില്ല കേട്ടോ. അങ്ങനെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പുറത്തിരുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് സിറ്റ് ഔട്ടിൽ പോവാണ്. അങ്ങനെ മഴയൊക്കെ പെയ്ത് തോന്നുന്നൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ജസ്റ്റ് വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മളെ വീട്ടിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അതായത് നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര രസമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാലം മാറി നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും. ആ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ ഒരു പൊന്മാൻ കേട്ടോ. നമ്മളവിടെ നീലപ്പൊന്മാൻ, മീൻകുത്തി പൊന്മാൻ എന്നൊക്കെ പറയും. ആ ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിട്ട് അതിനെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കോംബോ ആയിട്ട് വരുന്ന കുറച്ച് മാറ്റ്സ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ 4 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഓരോന്നും ഓരോ ഡിസൈൻസാണ്. എല്ലാം നല്ല അടിപൊളിയാണ്. ഇങ്ങനെ സ്കിഡ് ആവാത്ത വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മാറ്റാണ് കേട്ടോ. ജസ്റ്റ് നമ്മളതിൽ കാല് വെച്ച് നിന്നാൽ തന്നെ നമ്മൾ കാലിലുള്ള വെള്ളം അത് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് മാറ്റ്സാണ്. സ്മോൾ ആയിട്ടുള്ളതും വരുന്നുണ്ട്, അതിൻ്റെ തന്നെ ലാർജ് സൈസ് ഉള്ളതും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 എണ്ണം വരുന്നുണ്ട്. ബാക്കിയും കൂടെ ഞാൻ അതിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതിൻ്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ സെക്കൻഡ് വൺ കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇങ്ങനെ ബണ്ണിയൊക്കെ വരുന്നുണ്ട്. സംഭവം നല്ല ക്യൂട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 4 കോംബോ മാറ്റ്സ് ഞാൻ മീഷോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ട്. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ മീഷോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 300 സംതിങ്ങിനും പിന്നെ ഒരു 400-ൻ്റെ എബോവ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാം ഒരു 500-ന് താഴെ. ചിലതൊക്കെ ഒരു 350 റുപ്പീസും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. Golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire.